ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായ ഓണസദ്യയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു തൂശനിലയിൽ അറ്റം മടക്കി വെച്ചിട്ട് നമ്മളാദ്യം വാഴക്കൂമ്പ് തോരനിട്ടു, വെള്ളരിക്ക മാങ്ങാക്കറി, പിന്നീട് കടുമാങ്ങ, അവിയൽ, പുളി ഇഞ്ചി, നുറുക്ക് ഉപ്പേരി, ശർക്കര പുരട്ടിയും വിളമ്പിയിട്ട് ചോറ് ആവശ്യത്തിനിട്ടു. അതിലേക്ക് പരിപ്പ് കറി ഒഴിച്ചിട്ട് നെയ്യ്, 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഉപ്പ് വേണ്ടിയവർക്ക് ഉപ്പും കൊടുക്കണം. പിന്നെ മോര്, പച്ചമോര്, രസവും ഒരു പപ്പടവും വെച്ചു. പാൽപ്പായസമായിട്ട് സെമിയ പായസമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പഴവും വെച്ചു. നമ്മൾ ആദ്യം ചോറ് വേവിക്കുകയാണ്. കുക്കറിലേക്ക് 3 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി ഒരു 2 വിസിൽ വരുന്നവരേക്കും വെച്ചിട്ട് പിന്നീട് അതിൻ്റെ പ്രഷർ റിലീസ് ആവുന്നവരെ വെച്ചാൽ മതി. ചോറ് വെന്തിരിക്കും. ചോറ് റെഡിയായിട്ടുണ്ട്. ചെറുപയർ നേരത്തെ കഴുകി വാരി കുതിർത്ത് വെച്ചിരിക്കുന്നത് മഞ്ഞളും ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ഉണക്കമുളക്, 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1/2 കപ്പ് തേങ്ങ ചിരകിയതും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് 1 ഉണക്കമുളക് കീറിയതും അല്പം ചുവന്നുള്ളി അരിഞ്ഞതും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 വാഴക്കൂമ്പ് നേരത്തെ അരിഞ്ഞ് ആവി കയറ്റി വെച്ചിരിക്കുന്നത് ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് തേങ്ങ അരച്ചതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെന്ത ചെറുപയറും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്നും കൂടെ അമർത്തി വെച്ച് 3 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് ആവി കയറ്റാം. ഇതും ചെറിയ തീയിലും മതി. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി വെള്ളരിക്ക മാങ്ങാക്കറിക്കായിട്ട് 1/4 കിലോ വെള്ളരിക്ക ചെറുതായി അരിഞ്ഞ് വൃത്തിയാക്കിയതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 ഉള്ളി, 2 വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 കപ്പ് മഞ്ഞൾപ്പൊടി, അല്പം ജീരകം, 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. വെള്ളരിക്ക വെന്തതിന് ശേഷം 1 മാങ്ങയും പച്ചമുളകോ ചുവന്ന മുളകോ ഇട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർത്താൽ മതി. അത് മാങ്ങയും വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചതുമിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അധികം വെള്ളം ചേർക്കേണ്ട, കുറുകിയിരുന്നാൽ മതി. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. തിള വരുന്നതിന് മുമ്പേ തന്നെ നമുക്കത് വാങ്ങി വയ്ക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടുമ്പോൾ അല്പം ഉള്ളി അരിഞ്ഞതും ഇട്ട് കറിവേപ്പിലയും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അത് ഈ വെള്ളരിക്ക മാങ്ങാക്കറിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. പുളി ഇഞ്ചിക്കായിട്ട് ഒരു പാനിൽ നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 2 ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിലേക്ക്
100 ഗ്രാം ഇഞ്ചി ചെറുതായി പൊടിയായി അരിഞ്ഞതുമിട്ട് നന്നായി വറുത്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിക്കാം. പിന്നീട് 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടിയും ഇട്ട് ചെറിയ തീയിൽ ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. 75 ഗ്രാമോളം പുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞ് വെള്ളമാക്കി അരിച്ച് ഈ കൂട്ടിലേക്ക് ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുളി പിഴിഞ്ഞെടുക്കണം. രണ്ട് സ്പൂൺ ഉപ്പിടണം. പിന്നീട് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. പുളി ആയതുകൊണ്ട് ഉപ്പ് നോക്കി ഇടണം. അത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ശർക്കര ഉരുക്കിയത് ഇട്ട് നമുക്കിതൊന്നും കൂടി ഇളക്കിയെടുക്കാം. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാവുന്നതാണ്. ഇത് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പുളിയിഞ്ചി റെഡിയായിട്ടുണ്ട്. കടുമാങ്ങയ്ക്കായിട്ട് 1 മാങ്ങ ചെറുതായി അരിഞ്ഞത് ഉപ്പിട്ട് വയ്ക്കണം. നല്ലെണ്ണ ഒരു പാനിലിട്ട് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് 1 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ചുവന്ന മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 1/2 സ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് ചെറുതായി തീ ഓഫ് ചെയ്തിട്ടായാലും ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് 2 സ്പൂൺ വെള്ളവും ഒഴിച്ചൊന്ന് അത് കുറുക്കിയെടുക്കാം. ഇതിനെ നമുക്ക് ആ മാങ്ങയിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കടുമാങ്ങ റെഡിയായിട്ടുണ്ട്. സേമിയ പായസത്തിനായിട്ട് ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്യൂനട്ട്, ബദാം അരിഞ്ഞത് ഇട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും ഇട്ടത് വഴറ്റിയെടുക്കാം. അത് വാങ്ങി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് സേമിയയും വറുക്കാവുന്നതാണ്. ഇതിനായി 200 ഗ്രാം സേമിയ ചെറുതായി മുറിച്ചതാണ്, ഒടിച്ചതാണിത്. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കളർ മാറുന്നവരേക്ക് നമുക്ക് വറുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. തിളച്ച് കഴിയുമ്പോൾ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് നന്നായി തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുവിധം കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മധുരമൊക്കെ നോക്കി 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഒരു തിള വന്നതിന് ശേഷം ഓഫ് ചെയ്ത് 1/4 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടെല്ലാം ഇട്ട് നമ്മുടെ സെമിയ പായസം റെഡിയായി. അവിയൽ ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് ചേന അരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, 1 വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 1 കപ്പ് വെള്ളരിക്ക അരിഞ്ഞതും 1 കപ്പ് വെള്ളവും ചേർത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ചേനയൊക്കെ നന്നായി വേകണം, അതിന് വേണ്ടിയാണ് ആദ്യമേ അത് വേവിക്കുന്നത്. അരപ്പിനായി 3 ഉണക്കമുളക്, 6 വെളുത്തുള്ളി, ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും ഇട്ട്
1 കപ്പ് തേങ്ങയും ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ പാത്രം തുറന്ന് പച്ചക്കറി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിലേക്ക് 1 ഏത്തക്ക അരിഞ്ഞത്, 3 പച്ചമുളക്, 2 സവാള അരിഞ്ഞത്, 2 വെണ്ടയ്ക്ക, 1 മുരിങ്ങക്ക എല്ലാം അരിഞ്ഞതിട്ട് ഈ അരപ്പും ചേർത്ത് ഉപ്പ് 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. വെള്ളം അധികം ചേർക്കണ്ട. അത് വെന്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് നല്ല പുളിച്ച തൈരിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർക്കണം. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലയിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്കത് ഒന്നുകൂടി തിളപ്പിച്ച് വാങ്ങാവുന്നതാണ്. അവിയൽ റെഡിയായിട്ടുണ്ട്. 1/4 കിലോ പരിപ്പ് കുതിർത്തത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് നിറയെ വെള്ളം ഒഴിച്ച് നമുക്കത് 1 വിസിൽ വരുന്നവരേക്കും വേവിക്കാം. മിക്സിയിൽ 1 പച്ചമുളക്, 1 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. പ്രഷർ റിലീസായതിനു ശേഷം കുക്കർ തുറന്ന് ഈ പരിപ്പിലുള്ള വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. അത് നമ്മൾ രസം ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കും. പിന്നീട് ബാക്കി വരുന്ന പരിപ്പ് ഒന്നുകൂടി സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാം. അതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയിട്ട് നന്നായി ഒന്നുകൂടി തിളപ്പിക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ പിന്നീട് ഇടാം. ഇത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി 1 സ്പൂൺ കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് അതുകൂടി നമുക്ക് ഈ പരിപ്പിലേക്കിട്ട് നമ്മുടെ പരിപ്പ് കറി റെഡിയാക്കാം. രസം ഉണ്ടാക്കുന്നതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കി 1 സ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം 1 തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിനുള്ളിൽ മിക്സിയിൽ 1 ഇഞ്ച് ഇഞ്ചി, 1 ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, 2 ഉണക്കമുളക്, 1 സ്പൂൺ കുരുമുളകും ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇത് തക്കാളി വഴന്നതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം. ഇതിലേക്ക് പരിപ്പിൻ്റെ വെള്ളവും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അത് വെള്ളമാക്കി ആ വെള്ളം കൂടി ഈ പരിപ്പ് വെള്ളത്തിലേക്കിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് 3/4 സ്പൂൺ കായപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനെ അടച്ച് നന്നായി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് തിളയ്ക്കാൻ വിടാം. നന്നായി തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. 1/2 കപ്പ് തൈരിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് 1 ചുവന്നുള്ളി അരിഞ്ഞത്, അല്പം ഇഞ്ചി അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് അല്പം കറിവേപ്പിലയും കൂടെ മുറിച്ചിടാം. ഇത് നന്നായി ഇളക്കി കെട്ടാതെ ഇളക്കി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മോര് റെഡിയാക്കാം. നുറുക്കുപ്പേരി ഉണ്ടാക്കുന്നതിനായിട്ട് ഏത്തയ്ക്ക ഇതുപോലെ അറ്റം മുറിച്ചിട്ട് നേരെ നടുവേ പിളർന്നിട്ട് 4 പിളർക്കണം. ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് തയ്യാറാക്കി വെക്കാം. അരിഞ്ഞെല്ലാം തയ്യാറാക്കി വെക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന
ഏത്തക്കയും ഇട്ട് വറുത്തെടുക്കാം. മുക്കാൽ വറുപ്പാകുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ച് നന്നായി വറുത്തെടുക്കാം. പിന്നീട് അത് നമുക്ക് എണ്ണ വാലാനായിട്ട് വയ്ക്കാവുന്നതാണ്. നമ്മുടെ നുറുക്കുപ്പേരി റെഡിയായിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പപ്പടം ഇട്ട് കാച്ചിയെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് പപ്പടം ഇട്ട് കാച്ചിയെടുക്കാം. ശർക്കര പുരട്ടിക്കായിട്ട് നമ്മൾ ഏത്തയ്ക്ക നെടുകെ കീറി രണ്ടായിട്ടാണ് മുറിച്ചിടുന്നത്. കുറച്ച് കനത്തിൽ തന്നെ മുറിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് വറുത്തെടുക്കാം. തീ ഒത്തിരി കൂട്ടിയിടണ്ട. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വെളിയിൽ കരിഞ്ഞും പോകും, അകത്ത് വേവാതെയും ഇരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അല്പം ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വറുത്ത് കോരാം. ഇത് മുഴുവൻ വറുത്തതിന് ശേഷം നമുക്ക് പാനിൽ കുറച്ച് ശർക്കര വെള്ളമെടുത്ത് അതിനെ പാനിയാക്കണം. ഒരു നൂൽ പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഏത്തയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്നതിനെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി കൂടുതലാണെങ്കിൽ നമുക്ക് അരിപ്പൊടി കുറേശ്ശെ ഇട്ട് അത് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അത് ഇളക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ അരിപ്പൊടി ചേർക്കണം, ഇല്ലെങ്കിൽ അത് നോക്കി അരിപ്പൊടി ഇട്ടാൽ മതി. ഇതിലേക്ക് ചുക്കും ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓണം സദ്യ തയ്യാറായി. നമുക്ക് തൂശനിലയിൽ അറ്റം മടക്കി വെച്ചിട്ട് വാഴക്കൂമ്പ് തോരൻ, വെള്ളരിക്ക മാങ്ങാക്കറി, കടുമാങ്ങ അച്ചാർ, അവിയൽ, പുളി ഇഞ്ചി ഇതെല്ലാം വിളമ്പിയതിന് ശേഷം നുറുക്ക് ഉപ്പേരിയും ശർക്കര പുരട്ടിയും വെക്കാം. ചൂട് ചോറ് വിളമ്പി അതിലേക്ക് പരിപ്പ് കറി ഒഴിച്ച് നെയ്യുമിട്ട് പച്ചമോരും രസവും ഓരോ പാത്രങ്ങളിൽ വെച്ച് കൊടുക്കാം. പപ്പടം കാച്ചിയത്, പാൽ പായസത്തിനായി സേമിയ പായസവും വെച്ച് ഒരു പഴവും വെച്ചാൽ നമ്മുടെ മിനി സദ്യ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓണാശംസകൾ എല്ലാവർക്കും.